നേരത്തെ ഞാൻ പറഞ്ഞു 3000-ഓളം കുട്ടികൾക്ക് കേരളത്തിൽ ടൈപ്പ് 1 പ്രമേഹമുണ്ട് എന്ന്. എന്നാൽ ഇവരുടെ എണ്ണം കൂടുന്നുവെന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും 24 കണക്റ്റ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഈ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികളിലൊന്നായി ഈ കുട്ടികളുടെ സംരക്ഷണാർത്ഥം ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് 24 കണക്റ്റ്. കുട്ടികളെ ബാധിക്കുന്ന ടൈപ്പ് 1 പ്രമേഹ നിരക്ക് സംസ്ഥാനത്ത് വർദ്ധിക്കുന്നതായി പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു. പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന മിഠായി പദ്ധതി 2018-ലാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചത്. 2000-ലേറെ കുട്ടികൾ അംഗമായ ഈ പദ്ധതിക്കായി കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പരമാവധി കുട്ടികൾക്ക് സഹായം നൽകുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 24-നോട് പറഞ്ഞു. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയാണ് മിഠായി പദ്ധതിയുടെ ലക്ഷ്യം. ഇൻസുലിനും പ്രമേഹ പരിശോധനാ കിറ്റുമടക്കം സൗജന്യമായാണ് പദ്ധതി വഴി നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ പദ്ധതിയിൽ മെല്ലെപ്പോക്കുണ്ടായി. പിന്നാലെ സർക്കാർ ഇടപെട്ട പരിഹാരം ഉറപ്പു നൽകി. എന്നാൽ പ്രമേഹബാധിതരായ കുട്ടികളുടെ നിരവധി ആവശ്യങ്ങൾ പരിഗണനയിൽ ഒതുങ്ങുകയാണ്. പദ്ധതിയിൽ അംഗമാകാൻ 2 ലക്ഷം വരുമാന പരിധി എന്ന നിബന്ധന ഒഴിവാക്കണം. എല്ലാ ജില്ലകളിലും മിഠായി ക്ലിനിക്കുകൾ ആരംഭിക്കണം. 18 വയസ്സ് കഴിഞ്ഞാൽ പരിരക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം. ഇൻസുലിൻ മാറ്റി നൽകുന്ന കിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് പരിഹരിക്കപ്പെടാനുള്ളത്. പരമാവധി കുട്ടികൾക്ക് ഇപ്പോൾ നൽകി വരുന്ന സേവനം നൽകാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതുപോലെ 5 കുട്ടികൾക്ക് പമ്പടക്കം, ഇൻസുലിൻ പമ്പടക്കം, അതായത് അവരുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോയാൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ചെയ്യുന്ന ഇൻസുലിൻ പമ്പ് 5 ലക്ഷത്തിൽ പരം രൂപ ചെലവ് വരുന്ന ഒന്നാണ്. അത് 5 കുട്ടികൾക്കാണ് നൽകിയിട്ടുള്ളത്. അതിസമ്പന്നരായവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സാമ്പത്തികമായി പിന്നിലയിലുള്ളവർക്ക് കൂടുതൽ പരിഗണന ലഭിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് 1502 കുട്ടികളാണ്. കൂടുതൽ പേർക്ക് ഇതിൻ്റെ പ്രശ്നം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വ്യാപനം അല്ലെങ്കിൽ അത് എത്രത്തോളം ആളുകൾക്ക് അതിൻ്റെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി കണക്കെടുത്ത ശേഷം സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക. മതിയായ ഫണ്ടിന്റെ കുറവാണ് മിഠായി പദ്ധതി പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ പിന്നോട്ടടിക്കുന്നത്. നിലവിൽ 2000-ലേറെ കുട്ടികൾ അംഗങ്ങളായ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്നത് 1300-ൽ താഴെ കുട്ടികൾക്ക് മാത്രമാണ്. അപേക്ഷ നൽകി സഹായം കാത്ത് കിടക്കുന്നവരെയും യഥാസമയം പരിഗണിക്കേണ്ടതുണ്ട്. 24 തിരുവനന്തപുരം.